എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് നാൾ മനസ്സിലിട്ട് കൊണ്ട് നടന്ന ഒരാശയമാണ് മലയാളം ഓഡിയോ ഷോർട്ട് സ്റ്റോറീസ് ചെയ്യുക എന്നുള്ളത്. ലോകത്ത് ഏത് രാജ്യത്തായാലും, അത് ചെറിയ കുട്ടികളായാലും വലിയ ആൾക്കാരായാലും, കഥകളും അതിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ചിന്തിച്ചിഷ്ടപ്പെടാത്തതായി ഈ ലോകത്താരുമേയില്ല. അതും ചെറുകഥകളാണെങ്കിൽ ഒരുപാട് ഇഷ്ടം, പെട്ടെന്ന് കേൾക്കാം, പെട്ടെന്ന് മനസ്സിലാക്കാം. അതൊരു ഓഡിയോയിലൂടെ ആകുമ്പോൾ നമ്മൾ ഒരുപാട് ഇമാജിനേഷനിലൂടെ സാങ്കല്പികമായി നമ്മുടെ മുന്നിൽ പല കഥാപാത്രങ്ങളും വന്നു പോകും. അപ്പോൾ ഈ ഉദ്യമത്തിൽ ഇതെങ്ങനെ ആശയം കൊണ്ടുവരാമെന്ന് ഒരുപാട് ചിന്തിച്ചു. മിസ്റ്റിക്കൽ ആൻഡ് ഫിക്ഷണൽ എന്ന പേരിലാണ് ഈ ആശയം നിങ്ങളോട് അവതരിപ്പിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നത്. എനിക്കറിയാം, ഇന്ന് ഒരുപാട് വർഷങ്ങളായി ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിന് യൂട്യൂബ് ചാനലും വിവിധ സോഷ്യൽ മീഡിയ മാധ്യമങ്ങളിലൂടെ പലരും പല വ്യത്യസ്തമായ കഥകളാകാം, പാട്ടുകളാകാം, നൃത്തമാകാം, ജിയോളജി, പൊളിറ്റിക്കൽ, എക്കണോമിക്സ്, പല കാര്യങ്ങളും ആശയവിനിമയങ്ങൾ നടത്തുന്നതുണ്ട്. അപ്പോൾ ലക്ഷങ്ങളും കോടികളെന്ന വാക്ക് തന്നെ ഞാൻ പറയുന്നത് ശരിയാണോ എന്നറിയില്ല. അത്രത്തോളം കാര്യങ്ങൾ പലരും ഈ സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങളിൽ ഓരോരുത്തരും എത്തിച്ചേർക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾ അവരവരുടെ അഭിരുചിക്ക് അനുസരിച്ച് കാണുന്നു, കേൾക്കുന്നു. എന്നിരുന്നാലും ഓരോ മനുഷ്യനും വ്യത്യസ്തനാണല്ലോ. കാഴ്ചപ്പാടുകൾ മാറും, ചിന്തകൾ മാറും, ബന്ധങ്ങൾ മാറും. ചില ബന്ധനങ്ങളിലാകും. അത് മനസ്സാകാം, ശരീരമാകാം, അല്ലെങ്കിൽ നമ്മുടെ ചിന്താ ശ്രേണികളാകാം. നിറമുള്ളതും സ്വപ്നങ്ങളും, ഇരുണ്ടതും വെളിച്ചമുള്ളതും വെളിച്ചമേകുന്നതും, പലതരം ചിന്തകളും വ്യാകുലതകളും എല്ലാം ഒളിഞ്ഞിരിക്കുന്ന നമ്മുടെ ഈ ലോകം. നമ്മുടെ ലോകം നമ്മൾ കാണുന്ന ലോകമാകാം, ചിലപ്പോൾ നമ്മുടെ മനസ്സാകുന്ന, നമ്മളാകുന്ന നമ്മളിലെ ലോകമോ നമ്മളുടെ ഉൾക്കാഴ്ചയോ ആകാം. നമ്മുടെ ഈ കഥയിൽ, ഈ പറയാൻ പോകുന്ന മിസ്റ്റിക്കൽ ആൻഡ് ഫിക്ഷണൽ എന്ന് പറയുന്ന കഥയിൽ ഒരുപാട് കഥാപാത്രങ്ങളൊന്നുമില്ല. ഇതൊരു ഷോർട്ട് ഫിലിം എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇതിൽ വെറും 2 കഥാപാത്രങ്ങളേ ഉള്ളൂ. നമ്മുടെ ഈ കഥാപാത്രങ്ങളും കഥയും നടക്കുന്നത് നമ്മൾ മലയാളത്തിൽ സംസാരിക്കുന്നത് കൊണ്ട് നമുക്ക് കേരളത്തിലെ ഒരു കൊച്ചു ഗ്രാമം എന്ന് പറയാം. എപ്പോഴും നമുക്ക് ഇതിനു മുമ്പേ എൻ്റെ ഒരു പുസ്തകത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഗ്രാമങ്ങളെന്നും സുന്ദരമാണ് എന്നുള്ളത്. അപ്പോൾ അവിടുത്തെ നിഷ്കളങ്കമായ ഒരു 80 വയസ്സുള്ള ഒരു അപ്പൂപ്പൻ, അല്ലെങ്കിൽ നമ്മൾ മുത്തച്ഛൻ അല്ലെങ്കിൽ മുത്തശ്ശൻ എന്നൊക്കെ പറയുന്ന ഒരു അപ്പൂപ്പൻ്റെയും 8 വയസ്സുള്ള വളരെ കൗതുകമുള്ള, വളരെ ക്യൂരിയസ് ആയിട്ടുള്ള ഒരു കൊച്ച് മിടുക്കനായ ഒരു പയ്യൻ്റെ, അഥവാ നമ്മുടെ പൊന്നുമോനെ നമുക്ക് മനസ്വിൻ എന്ന് വിളിക്കാം. അപ്പോൾ മുത്തച്ഛൻ വിവേകേശനും കൊച്ചുമകൻ മനസ്വിൻ. മുത്തച്ഛൻ അവനെ സ്നേഹത്തോടെ മനു എന്ന് വിളിക്കും, ചിലപ്പോൾ മനുക്കുട്ട എന്ന് വിളിക്കും. അവൻ്റെ കുസൃതി തരങ്ങളും ഈ പ്രായത്തിലും മുത്തച്ഛൻ്റെ കൈപിടിച്ച് മുത്തച്ഛനാണ് അവൻ്റെ റോൾ മോഡൽ. കാരണം മുത്തച്ഛൻ ഒരിക്കലും അവനെ വഴക്ക് പറയുകയോ അടിക്കുകയോ ഒന്നും ചെയ്തില്ല. മുത്തച്ഛന് 80-ാം വയസ്സിൽ മുത്തച്ഛൻ ഉണരുന്നത് തന്നെ അവൻ്റെ കൂടെ കുറച്ച് സമയം ചിലവഴിക്കാനാണ്. അവൻ്റെ ഈ കുസൃതി ചോദ്യങ്ങളും അവൻ്റെ ആകാംക്ഷയും മുത്തച്ഛന് വീണ്ടും വളരെ ആരോഗ്യത്തോടെ, ഒരു പ്രസരിപ്പോടെ ചിരിച്ചുകൊണ്ട് വീണ്ടും ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണ്. മുത്തച്ഛൻ തന്നെ വളരെയധികം ആശ്ചര്യപ്പെട്ടിട്ടുണ്ട്. ഈ ചെറുപ്രായത്തിൽ ഇവൻ ഇത്രമാത്രം സംശയങ്ങൾ എന്താണ്? മുത്തച്ഛൻ എപ്പോഴും എക്സ്പെക്റ്റ് ചെയ്യുന്നത്, അഥവാ വിചാരിക്കുന്നത്, അവൻ ചെറിയ ചെറിയ കാര്യങ്ങൾ ചോദിക്കുമെന്നാണ്. അവൻ ഈ ചെറിയ കാര്യങ്ങൾ ചോദിക്കുന്നതിനൊപ്പം തന്നെ
മുത്തച്ഛനെ പോലും അതിശയിപ്പിക്കുന്ന രീതിയിൽ അവൻ്റെ കൗതുക ചിന്തകൾ അവൻ ചോദിച്ചു കൊണ്ടേയിരിക്കും. മുത്തച്ഛനും അവൻ്റെ ചോദ്യങ്ങൾക്കായി ഇപ്പോൾ വന്ന് തയ്യാറെടുത്തിരിക്കേണ്ടിയിരിക്കുന്നു. ഇവൻ എന്തായിരിക്കും ഇന്ന് ചോദിക്കുന്നത്, അതിനനുസരിച്ച് ഉത്തരം പറയണമല്ലോ, അല്ലെങ്കിൽ ഇത്രയും പ്രായമായ ഞാൻ എന്ത് ചെയ്യും എന്ന് മുത്തച്ഛനൊരു ചിന്ത. അത് ആ അപ്പൂപ്പനൊരു സന്തോഷവുമാണ്. ചില ധാരണകളാകാം അവൻ്റെ ചോദ്യം. ചിലത് സത്യമാകാം, ചിലത് മിഥ്യയാകാം, ചിലത് അവൻ്റെ ആകാംക്ഷയാകാം, ഉത്തരമില്ലാത്ത ഭാവനകളാകാം. എന്നാലും ഇതിനെല്ലാം ഒരു കൗതുകത്തോടെ നമ്മൾക്ക് ഇതിലൂടെ സഞ്ചരിക്കാം. അപ്പോൾ ഈ യൂട്യൂബിൻ്റെ ചാനൽ എല്ലാവർക്കും അറിയാം, ഫൺ വിത്ത് സൺ സിദ്ധാർത്ഥ് എന്നാണ് ഈ യൂട്യൂബിൻ്റെ പേര്. യൂട്യൂബ് ചാനലിൻ്റെ പേര് ഫൺ വിത്ത് സൺ സിദ്ധാർത്ഥ്. അപ്പോൾ ഈ ചാനൽ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് വീഡിയോകൾ അല്ലാതെ തന്നെ കിടപ്പുണ്ട്. പക്ഷേ മിസ്റ്റിക്കൽ ആൻഡ് ഫിക്ഷനിൽ നമ്മൾ ആദ്യത്തെ എപ്പിസോഡ് ഇന്ന് തുടങ്ങുകയാണ്. അതിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻ്റ് എല്ലാം ചെയ്യുക. എല്ലാം ഫ്രീ ആണല്ലോ, എല്ലാം ഡിജിറ്റലൈസ്ഡ്, ഒരു ക്ലിക്ക് മതി. പ്രത്യേകിച്ചൊരു ചിലവില്ലാത്ത കാര്യമാണ്, സ്നേഹത്തോടെ ചെയ്യുക. ഈ ഉദ്യമം ഞാൻ ചെയ്യുന്നത് എല്ലാവരും വളരെ തിരക്ക് പിടിച്ചതാണ്. എൻ്റെ ജോലിയും വളരെ തിരക്ക് പിടിച്ചതും ഒക്കെ ആയിട്ടുള്ള ഒരു ജോലിയാണ്. പക്ഷേ ഞാൻ കുറച്ച് സമയം നമുക്ക് എല്ലാവർക്കും കുറച്ച് സമയം നമ്മൾ ചിലവഴിക്കണമല്ലോ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ജീവിതത്തിൽ ജീവിച്ചിട്ടും ഒരർത്ഥം വേണമല്ലോ. എന്തായാലും ജീവിക്കണം, പക്ഷെ അതിനൊരു അർത്ഥം കൂടി നമ്മൾ തന്നെ നമുക്കായിട്ടൊന്ന് കണ്ടെത്തുക എന്നുള്ളൊരു ഇതുകൊണ്ടാണ് ഇതുപോലുള്ള ചില സംരംഭങ്ങൾ ചെയ്യുന്നത്. കുറച്ച് പുസ്തകങ്ങൾ എഴുതി, കുറേ പാട്ടുകൾ ചെയ്തു, പാട്ടുകൾക്ക് വരികൾ എഴുതി. അതിനോടൊപ്പം വന്ന് പെട്ടെന്ന് കുറച്ച് നാളായിട്ട് മനസ്സിലുള്ളൊരാശയം ഒരു കഥകളായിട്ട് പറയാം. അപ്പോൾ എനിക്കും എന്നെ തന്നെ കുറച്ചും കൂടെ നമ്മൾ റീഡിസ്കവർ ചെയ്യാൻ എനിക്കും കഴിയുമെന്ന് തോന്നുന്നു. ഈ ലോകത്ത് നമ്മളെല്ലാവരും നമ്മൾ എത്ര ആഗ്രഹിച്ചാലും നമ്മൾ കുറച്ച് കാലമേ ആ പറഞ്ഞിട്ടുള്ളൊരു പീരീഡ് നമ്മൾ ജീവിക്കും. നമ്മൾ ആഗ്രഹിക്കാതെ നമ്മൾ ഈ ലോകത്തിലോട്ട് വന്നു. നമുക്ക് ഒട്ടും ഇഷ്ടമില്ലെങ്കിൽ പോലും നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് ചിലപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാത്ത പല വർക്കും വെച്ച് നമ്മളൊരു ദിവസം ആ ഒരു വിടി വരുമ്പോൾ നമ്മളെല്ലാവരും പോകും. നമ്മൾ എത്ര വാശി പിടിച്ചാലും, എത്ര പൈസ ഉണ്ടെങ്കിലും, ആഗ്രഹിച്ചാലും ആഗ്രഹിച്ചില്ലെങ്കിലും അത് നടക്കും. അപ്പോൾ നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാം. ദീർഘായുസ്സോടെ എല്ലാവരും ദീർഘകാലം ജീവിക്കട്ടെ. സന്തോഷത്തോടെ എല്ലാവരും അന്യോന്യം വിഷമതകളൊന്നും ഇല്ലാതെ ജീവിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ നമുക്ക് ഈ എപ്പിസോഡൊന്ന് തുടങ്ങി വയ്ക്കാം. മനുസ്വിൻ എന്നാണല്ലോ നമ്മൾ പറഞ്ഞത്. അപ്പോൾ നമുക്ക് മനു എന്ന് വിളിക്കാം. അപ്പോൾ മനു മുത്തച്ഛനോട് ചോദിച്ചു. അപ്പോൾ മുത്തച്ഛൻ്റെ പേര് വിവേകേശൻ. അദ്ദേഹം ചോദിച്ചു, എന്താ മോനെ, ചോദിച്ചോളൂ, എന്താ നീ ചോദിക്കാതെ ഇത്ര നേരം ഇന്നത്തെ ദിവസമെന്ന് ഞാൻ കാത്തിരിക്കുകയായിരുന്നു. മനു, എനിക്കൊരു സംശയം. മുത്തച്ഛൻ ചിരിച്ചു. പറയൂ മോനെ, നിനക്ക് മുഖവര വേണോ? മുത്തച്ഛനോട് ചോദിച്ചോളൂ. അത് ഈ ലോകം, ഭൂമി, പ്രപഞ്ചം എന്നൊക്കെ സംസാരിക്കുന്നല്ലോ നിങ്ങളെല്ലാവരും, ഇതെല്ലാം എന്താണ്? മുത്തച്ഛൻ വീണ്ടും ചിരിച്ചു. നീ കൊള്ളാമല്ലോടാ മനു. നീ താറാവിൻ്റെയോ കോഴിക്കുഞ്ഞുങ്ങളുടെയോ പട്ടിക്കുട്ടികളുടെയോ കൊച്ചു കൊച്ചു കഥകളോ ചോദിക്കുമെന്ന് പറഞ്ഞാൽ നീ എന്നും എന്നെ അത്ഭുതപ്പെടുത്തി. ഇതുപോലുള്ള വലിയ വലിയ കാര്യങ്ങൾ മോൻ എങ്ങനെയാണ് ഇത് ചോദിക്കുന്നത്? എന്തായാലും മുത്തച്ഛന് അറിയാവുന്ന ചില കാര്യങ്ങൾ മുത്തച്ഛന് തോന്നിയിട്ടുള്ളത് പറയാം. അതൊരിക്കലും മുത്തച്ഛൻ അതാണ് ശരി എന്ന് പറയുന്നില്ല. കാരണം മോൻ ചോദിച്ച ഈ ചോദ്യങ്ങൾ ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമായി ഈ ലോകത്തിൽ എന്നും നിൽക്കുന്നതാണ്. ഈ ലോകവും പ്രപഞ്ചവും ഭൂമിയും. നമുക്കതിലൂടെ ഒന്ന് സഞ്ചരിക്കാം. അപ്പോൾ എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. ഷോർട്ട് സ്റ്റോറീസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓരോ എപ്പിസോഡും ഒരുപാട് വലിച്ചു നീട്ടാൻ കഴിയില്ല. ആദ്യത്തെ എപ്പിസോഡായതുകൊണ്ടാണ് ഇത്രയും സംസാരിച്ചത്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എപ്പിസോഡ് 2 പ്രതീക്ഷിക്കാം. അപ്പോൾ എത്രയും സ്നേഹമുള്ള ബഹുമാനത്തോടെയും നിങ്ങളുടെ സ്വന്തം രഞ്ജിത്ത് മുരളി. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.